അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല്ലിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. പല്ല് എല്ലാവർക്കും അത്യാവശ്യമാണ്. എന്നാൽ അത്യാവശ്യമായ ആ ഒരു പല്ല് തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരേ രീതിയിലായിരിക്കില്ല. എല്ലാ പല്ലും സ്ഥിരമായി ഉണ്ടാകില്ല. ചില പല്ല് ചില സന്ദർഭങ്ങളിൽ കൊഴിഞ്ഞു പോകും. എന്നാൽ കുറച്ച് വലിയതായാലും പിന്നെ പല്ലുകൾ പെട്ടെന്നൊന്നും പോകൂല എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പാൽപ്പല്ലുകളെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ചെറുപ്പക്കാരായ ചെറിയ ചെറിയ കുട്ടികളുടെ പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോൾ അതിനെന്ത് പറയും? പാൽപ്പല്ല് എന്നാണ് പറയുക എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇനി ഉറച്ച പല്ലുകളുണ്ട്. പല്ലുകൾ കൂടുതൽ ഉറച്ച പല്ല്. ഈ പല്ലുകൾ ഉറക്കലെപ്പോഴാ? അതുപോലെ പല്ല് സംരക്ഷിക്കണം. പല്ലിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പല്ലിൻ്റെ മോണയിലൊക്കെ പലതും കുടുങ്ങും. അപ്പോൾ അതുകൊണ്ട് പല്ല് ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കണം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ഒരു 12-13 വർഷമാകുമ്പോൾ പല്ലുകളൊക്കെ വരും എന്ന് പറഞ്ഞു അല്ലേ? പല്ലുകളൊക്കെ വരും. അപ്പോൾ ഈ ഒരു പല്ലുകൾക്കാണ് ദാന്ത് മുസ്തഖിൽ ഹോത്തെ ഹൈ. ഈ പല്ലുകൾ സ്ഥിരമായി ഉണ്ടാകും. ഈ പല്ലുകൾ ദാന്ത് മുസ്തഖിൽ ഹോത്തെ ഹൈ. ഈ പല്ലുകൾ സ്ഥിരമായി ഉണ്ടാകും. ജിനെ പക്കേ ദാന്ത് ബി കഹത്തെ ഹൈ. അതിനെ ഉറച്ച പല്ലുകൾ എന്നും പറയും. എന്ത് പറയും? ഉറച്ച പല്ലുകൾ എന്നും ഇതിന് പറയും. പക്കേർണ ഉറച്ച. പക്ക എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ക എന്ന് പറഞ്ഞാൽ പാകമായ എന്നർത്ഥമുണ്ട്. എന്നാൽ ഉറച്ച എന്നും അർത്ഥമുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉറച്ച പല്ലുകൾ. ഈ പല്ലുകൾക്ക് ഉറച്ച പല്ല് എന്ന് പറഞ്ഞാൽ 12-13 വയസ്സിന് ശേഷം വരുന്ന ആ പല്ലുകളുണ്ടല്ലോ, ആ പല്ലുകൾക്ക് എന്താ പറയുക? ഉറച്ച പല്ലുകൾ എന്ന് പറയാം. ഈ ദാന്ത് മുസ്തഖിൽ ഹോത്തെ ഹൈ. ഉറച്ചതാകുന്നു. മുസ്തഖിൽ ഹോത്തെ ഹൈ. ഉറച്ചതാകുന്നു. ജിനെ അവകളെ. ഈ ഉറച്ച പല്ലുകളുണ്ടല്ലോ അവകളെ പക്കേ ദാന്ത് ബി കഹത്തെ ഹൈ. പക്കേ ദാന്ത് എന്നും പറയുന്നു. ഉറച്ച പല്ലുകൾ എന്നും പറയുന്നു. ആം തൗർ പർ മൊത്തത്തിലെ. ആം തൗർ പർ എന്നാൽ മൊത്തത്തിൽ, അല്ലെങ്കിൽ പൊതുവെ ജനറലി എന്ന് പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ. പൊതുവെ നമ്മൾ സംസാരിക്കുമ്പോൾ ജനറലി സ്പീക്കിംഗ് എന്നൊക്കെ പറയണ പോലെ ആം തൗർ പർ പൊതുവെ അല്ലേ? പൊതുവെ നമ്മൾ പറയില്ലേ? പൊതുവെ മുസ്തഖിൽ ദാന്തോക്കി തൈതാത് 28 ഹോത്തി ഹൈ. 28 എണ്ണമാണ് ഉണ്ടാവുക. മുസ്തഖിൽ ദാന്തോക്കി, നമ്മുടെ മുസ്തഖിലായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ദാന്തോക്കി പല്ലുകളുടെ, ദാന്തിൻ്റെ ജമ്മാണ് ദാന്തോ. അപ്പോൾ ദാന്തോക്കി സ്ഥിരമായ പല്ലുകളുടെ തൈതാത് എണ്ണം 28 ഹോത്തി ഹൈ. 28 ആകുന്നു. എത്ര എണ്ണം? അതെ, 28 എത്രയാണ്? 28. മനസ്സിലായോ? 28 മുസ്തഖിൽ ദാന്തിൻ്റെ എണ്ണങ്ങൾ. ജബ് ഇൻസാൻ ബടാ ഹോ ജാത്താ ഹെ. എപ്പോഴാണോ ഒരു മനുഷ്യൻ വലുതാകുന്നത്? ജബ് എപ്പോഴാണോ ഇൻസാൻ മനുഷ്യൻ ബടാ ഹോ ജാത്താ ഹെ വലുതാകുന്നത്. ആർ ഉസ്കി ഉംർ മാത്രമല്ല അയാളുടെ വയസ്സ് 20 साल से 25 साल की हो जाती है तो 4 और दांत निकल आते हैं. എന്താ പറഞ്ഞ്? ഒരു മനുഷ്യൻ എപ്പോഴാണോ വലുതാവുന്നത്, ഓർ ഉസ്കി ഉംർ അയാളുടെ വയസ്സ് 20 साल से 20 വയസ്സിനെ മുതൽ 20 साल से 20 വയസ്സ് മുതൽ സേ എന്ന് പറഞ്ഞാൽ അവിടെ മുതൽ 25 साल की हो जाती है. 25 വയസ്സ് വരെ ആകുന്നു. അപ്പോൾ 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ഒരാളുടെ പ്രായമാകുന്നുവോ ആ സമയം 4 और दांत निकल आते हैं. വീണ്ടും ഒരു 4 പല്ല് വരുന്നു. അപ്പോൾ 28 + 4 32 പല്ലാവും. മനസ്സിലായോ? അപ്പോൾ ഒരു 20, 14, ഒരു 12, 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഏകദേശം എത്ര പല്ലാണ് ഉണ്ടാവുക?
ഒരു 12-13 വയസ്സ്, നിങ്ങൾക്കിപ്പോൾ എത്രയായി? 12-13 വയസ്സായില്ലേ? നിങ്ങൾക്കുള്ളൊക്കെ 28 പല്ലുണ്ടാവും എന്തായാലും. അങ്ങനെ 20 വയസ്സ് വരെയുള്ള ടീമിൽ ഏകദേശം ഒരു 28 പല്ലുണ്ടാവും. മനസ്സിലായോ? എന്നാൽ 20 വയസ്സിൻ്റെയും 25 വയസ്സിൻ്റെയും ഇടയിലായിട്ട് വീണ്ടും ഒരു 4 പല്ല് വരും. അങ്ങനെ അപ്പോൾ 20-ന് മുകളിലുള്ള ആളുകൾക്ക് പല്ല് 32 ഉണ്ടാവും. 20-ന് താഴെയുള്ള ആളുകൾക്കുള്ള പല്ല് 28 എന്നാണ് പൊതുവേ ഉള്ള സംസാരം കേട്ടോ. മനസ്സിലായില്ലേ? അതാ പറയണേ. ജബ് ഇൻസാൻ ബഡാ ഹോ ജാത്താ ഹേ, എപ്പോഴാണോ ഒരു മനുഷ്യൻ വലുതാവുന്നത്, ഓർ ഉസ്കി ഉംറ 20 സാൽ സെ 25 സാൽ കി ഹോ ജാത്തി ഹേ, അയാളുടെ വയസ്സിൽ, ഉംറ പറഞ്ഞാൽ അറിയില്ലേ വയസ്സ്, അയാളുടെ വയസ്സ് 20 സാൽ സെ 20 വയസ്സ് മുതൽ 25 സാൽ കി, 20 വയസ്സ് മുതൽ 25 പറഞ്ഞാൽ 25 സാൽ പറഞ്ഞാൽ അറിയില്ലേ, കൊല്ലം, വർഷം, വയസ്സ് എന്നുള്ളതിനൊക്കെ പറയും. ഇപ്പോൾ 20 വർഷം മുതൽ 25 വർഷം വരെ, 20 വയസ്സ് മുതൽ 25 വയസ്സ് വരെ ആവുന്ന സമയത്ത് 4 ഔർ എന്ന് പറഞ്ഞാൽ 4 എണ്ണം കൂടി, അതിനാണ് 4 ഔർ എന്ന് പറയാം. 4 എണ്ണം കൂടി, 4 ഔർ ദാന്ത് നിക്കലാതെ, 4 എണ്ണം കൂടി, 4 പല്ല് കൂടി നിക്കലാത്തെ പ്രത്യക്ഷപ്പെടുന്നു. നിക്കലാത്തെ പ്രത്യക്ഷപ്പെടുന്നു. ഏ അക്കിൽ കെ ദാന്ത് കഹേ ജാത്തെ ഹൈ, ഇത് ബുദ്ധിയുള്ള ആളുടെ പല്ല്, അക്കിൽ കെ ദാന്ത് എന്നാണ് പറയാറുള്ളത്, ബുദ്ധിമാന്റെ പല്ല് എന്നാണ് പറയാറുള്ളത്. ഉസ്തറ ഇപ്രകാരം ഏക ഇൻസാൻ കെ മുഹമ്മേ, ഒരു ഇൻസാൻ, ഒരു മനുഷ്യൻ്റെ വായയിൽ, കുൽ ടോട്ടല്, മൊത്തത്തിൽ, കുല്ലറ ടോട്ടല് അല്ലെങ്കിൽ മൊത്തത്തിൽ, 32 ദാന്ത് ഹോത്തേ ഹൈ, 32 പല്ലുകൾ ഉണ്ടാകുന്നു. മനസ്സിലായോ? 20 മുതൽ അതിന് മുകളിലോട്ടുള്ള പ്രായക്കാർക്ക്. വല്ലാതെ വയസ്സായ പല്ല് കൊയ്യും കേട്ടോ, അതല്ല പറയണേ. ഒരു 20 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് എന്നൊക്കെ വേണമെങ്കിൽ കൂട്ടല്ലേ. 20-ന് മുകൾക്ക് 32ഓളം പല്ലുകൾ ഉണ്ടാവുന്ന, ആരും ഇപ്പം കുത്തിർന്ന് എണ്ണി നോക്കണ്ട, പിടുത്തം കിട്ടൂല. സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഹം കാത്തഹെ, എപ്പോഴാണോ എന്തൊക്കെയാണോ ഭക്ഷണങ്ങൾ, സാധാരണ ഭക്ഷണം, യാ അല്ലെങ്കിൽ ഹൂറാക്ക് ഭക്ഷണം, വദാന്നും പറയാം ഹുറാക്ക് എന്നും പറയാം ഭക്ഷണത്തിന് കേട്ടോ. അപ്പോൾ വദ ഭക്ഷണം, യാ അല്ലെങ്കിൽ ഹുറാക്ക് ഭക്ഷണം, ഹം കാത്തേ ഹൈ, എന്തൊക്കെയാ ഭക്ഷണങ്ങളാണോ നമ്മൾ തിന്നുന്നത്, കഴിക്കുന്നത്, വോ ദാന്തോ കി ഹി മദസേ കാത്തേ ഹൈ, അത് നമ്മൾ പല്ലുകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് തിന്നുന്നത്. നമ്മൾ എന്തൊക്കെ തിന്നുന്നുണ്ട്, അതൊക്കെ എന്തിൻ്റെ സഹായത്താലാണ് തിന്നുന്നത്? എന്തിൻ്റെ സഹായത്താലാണ് നമ്മൾ തിന്നുന്നത്? പല്ലിൻ്റെ സഹായത്താലല്ലേ? അല്ലേ? അതാ പറഞ്ഞു. ദാന്ത് വതാക്കോ ഭാരീ കർത്തേ ഹൈ, കാരണം എന്താ? ഈ പല്ലുകള് ഭക്ഷണങ്ങളെ നേർമ്മയുള്ളതാക്കുന്നു. എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള സാധനമാണെങ്കിൽ പല്ലുകൊണ്ട് ഇങ്ങനെ ആക്കി ചവച്ചരച്ച് എന്ത് ചെയ്യും? നേർമ്മയുള്ളതാക്കി പോകണം. നേർമ്മയുള്ളതാക്കി മാറ്റിയാൽ ആ രീതിയിൽ എന്ത് ചെയ്യും? വിഴുങ്ങാനും അല്ലെങ്കിൽ അത് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മുടെ മലദ്വാരത്തിലൂടെ പുറപ്പെടുകയൊക്കെ വേണ്ടേ? അപ്പോൾ അതിനൊക്കെ നേർമ്മയുള്ളതായി മാറണം ഭക്ഷണങ്ങൾ. അപ്പോൾ അത് ആ പണി നടത്തുന്നതാരാണ്? പല്ലുകളാണ്. അപ്പോൾ ദാന്ത് പല്ല്, വദാക്കോ ഭക്ഷണത്തെ, ഭാരി കർത്തേ ഹൈ നേർമ്മയുള്ളതാക്കുന്നു, ഓർ ജൽദ് അങ്ങനെ വളരെ പെട്ടെന്ന്, ഹസ്മ് ഹോനേക്ക ദഹിക്കാൻ, കാബിൽ ബനാത്തേ ഹൈ യോഗ്യമാക്കുന്നു. ഹസ്മു ഹോനേക്ക് ദഹിക്കാൻ, കാബിൽ ബനാത്തേ ഹൈ യോഗ്യമാക്കുന്നു. ലേക്കിൻ പക്ഷേ വദാക്കെ കുച്ച് ദർറാത്ത്, പക്ഷേ ഭക്ഷണങ്ങളുടെ കുറച്ച് കഷ്ണങ്ങൾ, കുച്ച് ദർറാത്ത് കുറച്ച് കഷ്ണങ്ങൾ, മസൂട്ടോ പല്ലിൻ്റെ മോണകളിലെ, മസൂട്ടോ പല്ലിൻ്റെ മോണകളിലെ, പല്ലിൻ്റെ ഊനുകളിലെ, ഓർ ദാന്തോ കെ ദർമിയ പല്ലുകളുടെ ഇടയിലും, ഫിൻസേ രഹ് ജാത്തെ ഹൈ കുടുങ്ങിക്കിടക്കുന്നു. ഫിൻസേ രഹ് ജാത്തെ ഹൈ കുടുങ്ങിക്കിടക്കുന്നു. മനസ്സിലായോ പറഞ്ഞേ? അഥവാ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് തിന്നാണെങ്കിലും ഭക്ഷണത്തിൻ്റെ ചില കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ, അത് നമ്മളെ പല്ലിൻ്റെ മോണയിലും അതുപോലെ പല്ലിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ കുടുങ്ങിക്കിടക്കും. മനസ്സിലായോ? അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ബ്രഷ് ചെയ്യണമെന്നാണ് പറയണത്.
ഉൻകി അഗർ സഫായി ന കീ ജായത്തോ, അവകളെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, അവകളെ ആ കുടുങ്ങിക്കിടക്കുന്ന സാധനങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, ഉൻകി അഗർ സഫായി ന കീ ജായത്തോ, അവകളെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, ദാന്ത് ഖറാബ് ഹോനെ ലഗ്തേ ഹൈ, പല്ല് മോശമാവാൻ തുടങ്ങും, പല്ല് നശിക്കാൻ തുടങ്ങും. മനസ്സിലായില്ലേ? വൃത്തിയാക്കിയില്ലെങ്കിൽ പല്ല് നശിക്കാൻ തുടങ്ങും, പല്ല് കേടുവരാൻ തുടങ്ങും. ഉസീസെ അതുകൊണ്ട് തന്നെ ദാന്തോം കി കൈ ബീമാരിയാ ശുറു ഹോ ജാത്തി, അത് കാരണമായിട്ട്. ഏത് കാരണമായിട്ട്? ഇപ്പം നമ്മൾ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പല്ലിൻ്റെ മോണകളിൽ, ഊനുകളിൽ, അതുപോലെ പല്ലിൻ്റെ അടിയിലൊക്കെ എന്ത് ചെയ്യും? കുടുങ്ങിക്കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വൃത്തിയാക്കിയാൽ നമുക്ക് രോഗം ഉണ്ടാവില്ല, വൃത്തിയാക്കിയില്ലെങ്കിലോ രോഗം ഉണ്ടാകും. അതാ പറയണേ. അപ്പോൾ അത് കാരണമായിട്ട് അങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോൾ ഒരുപാട് കൈ ബീമാരിയാൻ ശുറു ഹോ ജാത്തി ഹൈ, ഒരുപാട് രോഗങ്ങൾ തുടങ്ങുന്നു. ശുറു ഹോ ജാത്തി ഹൈ, തുടങ്ങുന്നു. ജയ്സെ ദാന്താമേ കീട ലഗ്ന, എന്തെന്താ സംഭവം? എന്താണ്? നമ്മുടെ പല്ലുകളിലെ പുഴു പിടിക്കുക. കീടലഗ്ന പറഞ്ഞാൽ പുഴു പിടിക്കുക, ചെറിയ ചെറിയ പുഴുകൾ ഇങ്ങനെ പിടിക്കുക, നമ്മൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയൂല. കീടലഗ്ന പറഞ്ഞാൽ പുഴു പിടിക്കുക. ദർദുഹാന, പല്ലുവേദന ഉണ്ടാവുക. ദർദുഹാന, പല്ലുവേദന ഉണ്ടാവുക. മനസ്സിലായോ? അതുപോലെ ടണ്ടാ ഗറം പാനി ലഗ്ന, തണുത്ത അതുപോലെ ചൂടുള്ള വെള്ളമൊക്കെ അവിടെ ഇങ്ങനെ നിൽക്കുക. തണുത്തതും ചൂടുള്ളതുമായ വെള്ളം അവിടെ തങ്ങി നിൽക്കുക. ഓർ മുഹ്സെ ബദ്ബു ആന, മുഹ്സെ നമ്മുടെ വായയിൽ നിന്നും, മുഹ് പറഞ്ഞ അവിടെ വായ എന്നർത്ഥം. ഓർ മുഹ്സെ ബദ്ബു ആന, ബദ്ബു പറഞ്ഞ ദുർഗന്ധം, ഖുഷ്ബു പറഞ്ഞ സുഗന്ധം അല്ലേ? ഖുഷ്ബുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്? ബദ്ബു, ദുർഗന്ധം, മോശപ്പെട്ട വാസന. അപ്പോൾ പല്ലിൽ നിന്നും ബദ്ബു ആന വയറ, വായയിൽ നിന്നും എന്ത് വരിക? മോശത്തരം വരിക, ദുർഗന്ധം വരിക, വയറ, അതല്ലാത്തതൊക്കെ ഉണ്ടാകും. മനസ്സിലായല്ലോ? യഹി നഹി, ഇത് മാത്രമല്ല, ബൽക്കെ പക്ഷേ ദാന്തോങ്കി ഗന്ദഗി और बदबू से दूसरी बीमारियों का भी खतरा रहता है. ദാന്തോം കി ഗന്ദഗി, ഈ പല്ലുകളുടെ അശുദ്ധമായ അവസ്ഥ, പല്ലുകളുടെ ഈ മാലിന്യം അല്ലെങ്കിൽ അയുക്ക്, ഓർ ബദ്ബൂസെ, അയുക്കിനാലും അതുപോലെ ഓർ ബദ്ബൂസെ, ആ ദുർഗന്ധം കാരണമായിട്ടും ദൂസരി ബിമാരിയോം കാ ബി ഖത്തറ രഹ്താ ഹൈ, മറ്റുള്ള രോഗങ്ങളെയും ആശങ്കപ്പെടേണ്ടതുണ്ട്. ഖത്തറ രഹ്ത പറഞ്ഞാൽ ആശങ്കപ്പെടേണ്ടതുണ്ട്, മറ്റുള്ള രോഗങ്ങളെയും ആശങ്കപ്പെടേണ്ടതുണ്ട്. എന്താ പറയുക? ഇത് കാരണമായിട്ട് വേറെ രോഗം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പേടിച്ചിരിക്കണം. അല്ലാ, ഇങ്ങനെ ആകുമ്പോൾ ഇനി വേറെ രോഗം വരുമോ ഇല്ലേ, നമ്മൾ ഒരു ആശങ്ക ഉണ്ടാവില്ലേ? ഒരു രോഗം ഉണ്ടായി തന്നെ പിന്നെ അടുത്ത രോഗം ഇനി ഇതിനാലും ഇനി ഉണ്ടാവോ ഇല്ല എന്നുള്ളൊരു ആശങ്ക ഉണ്ടാവില്ലേ ചില ആളുകൾക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട രോഗത്തിന് പുറമെ വേറെ മറ്റു ചില രോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ശരിക്കും ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിലേ. മനസ്സിലായല്ലോ? ഹം കഹ് സക്തേ ഹൈ, നമുക്ക് പറയാൻ സാധിക്കുമല്ലോ, കേ വദാക്കെ ദറാത്ത് കാ ദാന്തോം മേ പിൻസാ രഹിന മുസിർ ഹെ. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇങ്ങനെ പറയാൻ സാധിക്കും, എന്ത്? വദാക്കെ ദറാത്ത് കാ, ഈ ഭക്ഷണത്തിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട്, ദാന്തോമേ പല്ലുകളിൽ, പിൻസാരഹിന അതവിടെ ഇങ്ങനെ അകപ്പെടുക, കുടുങ്ങുക എന്നുള്ളത്, മുസിർ ഹെ ബുദ്ധിമുട്ടാകുന്നു. മനസ്സിലായോ? വദാക്കെ ദറാത്ത് കാ, ഈ ഭക്ഷണത്തിൻ്റെ ആ ഒരു കഷ്ണങ്ങൾ നമ്മുടെ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുക എന്നുള്ളത് എന്താണ്? മുസിർ ഹെ, ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇസ്ലിയെ ദാന്തോം കി സഫായി और ഹിഫാസത്ത് ജറൂറി ഹെ, അതുകൊണ്ട് പല്ലുകളുടെ സഫായി, തെളിമ അല്ലെങ്കിൽ ക്ലീനിങ് ചെയ്യല്, ഓർ ഹിഫാസത്ത് സംരക്ഷിക്കൽ, ജറൂറി ഹെ അത്യാവശ്യമാകുന്നു. ജറൂറി ഹെ അത്യാവശ്യമാകുന്നു. മനസ്സിലായല്ലോ? ശരിക്കും പഠിച്ചു വരും കേട്ടോ.